ഹലോ. അതുപോലെ തന്നെ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഒറ്റപ്പെടൽ അല്ലേ, ഏകാന്തത. അതിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പുതിയതും നല്ലതുമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മള് ഏകാഗ്രമായിട്ട് ഏകാന്തതയോട് കൂടി ഇരിക്കുമ്പോഴാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അതിൽ നിങ്ങളെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആർക്കും കളിയാക്കാനായിട്ട് പറ്റില്ല. നിങ്ങളെ ആർക്കും പരിഹസിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആൾക്കൂട്ടത്തിന് പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും വ്യത്യസ്തമായ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ പറ്റത്തില്ല. കാരണം അവര് ആൾക്കൂട്ടത്തിൽ കൂടെ അങ്ങ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏകാഗ്രതയോട് കൂടി ഏകാന്തരായി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനാവശ്യ ചിന്തകളിൽ നിന്നും ഒഴിവാകാനായിട്ട് പറ്റും. നമുക്ക് നെഗറ്റിവിറ്റിയിൽ നിന്നും ഒഴിവാകാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട ഒരു കാര്യവും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, അതിലും നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതൊന്നും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഏകാന്തത ശരിക്കും നമ്മുടെ ഒരു വെപ്പണായിട്ട് ഒരു ആയുധമാക്കി നമ്മൾ മാറ്റുക, ഒരു വജ്രായുധമാക്കി മാറ്റുക. ആ ഏകാന്തതയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ചെയ്ത് ആ ഏകാന്തത ഒരു പവറാക്കി മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഭാവിയിൽ നേടാനുള്ളത് അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിരന്തരം വരുന്ന പിക്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏകാന്തതയിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ സ്വപ്നങ്ങളും ആ ഗോളുകളുമാണ്. അത് റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് നിങ്ങൾ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആലോചിക്കാനുള്ളത്. ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക. എന്നോട് കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളെ മനസ്സിൽ കാണുക, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വലിയ ഗോളില്ലേ നിങ്ങൾക്ക്, ആ ഗോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുക കമന്റ് ബോക്സിൽ കൂടി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്